നമ്മുടെ നായകൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, നമ്മുടെ വേദിയിലുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെയും പോഷകഘടകങ്ങളുടെയും അഭിമന്യരായ പണ്ഡിത നേതാക്കൾ, അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള ബഹുമാനപ്പെട്ട സയ്യിദുമാർ, ആലിമീങ്ങൾ, ഈ സദസ്സിൽ തടിച്ചുകൂടിയുള്ള പ്രിയപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായെയും അതുപോലെ തന്നെ പാണക്കാട് കുടുംബത്തെയും ഒക്കെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട നല്ലവരായ സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഒരു ഖൈറായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാസമ്മേളനത്തിന്റെ നാന്ദിയായി ഇങ്ങനെയൊരു പരിപാടി ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ പ്രത്യേകതയും പ്രാധാന്യവും ഒക്കെ അറിയുന്ന ആളുകളാണ് നിങ്ങൾ എന്നതുകൊണ്ട് തന്നെ അത് വിശദീകരിക്കേണ്ട കാര്യമില്ലാത്ത വിധം നിങ്ങളൊക്കെ ബോധവാന്മാരാണ്. ആമുഖമായി പറയട്ടെ, ബക്കറ്റ് കലക്ഷൻ ഇവിടെ വരുന്നുണ്ട്, അത് പ്രത്യേകം നിങ്ങൾ പരിഗണിക്കണം എന്നുകൂടി നിങ്ങളോട് ആമുഖമായി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. നമുക്കൊക്കെ അറിയാം, പൈതൃകത്തിലൂടെയാണ് നമ്മൾ കൃത്യമായി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതും പഠിച്ചത്. ഇവിടെ ബഹുമാന്യനായ താക്കൂസാദ് അടക്കമുള്ള, അതുപോലെ തന്നെ സംസ്ഥയുടെ ഉഷാവറംഗമായ ബഹുമാനപ്പെട്ട സൈദാലി ഉസ്താദ് അടക്കമുള്ളവർ ആ പഴയകാല പാരമ്പര്യത്തിലൂടെ കടന്നു വന്ന വഴികളാണ് ലഘുവായി വിശദീകരിച്ചത്. ബഹുമാന്യനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്റെ അധ്യക്ഷ പ്രഭാഷണത്തിൽ വളരെ വ്യക്തമായി നാം അവലംബിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യതയോടെ തന്നെ നമുക്ക് ബോധനം നൽകി എന്ന കാര്യം എന്റെ മുമ്പിലിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം. അതുകൊണ്ട് ചെറിയ സമയപരിധി ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ച അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന ആദർശ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനപരമായ വസ്തുതകൾ, അതാണ് നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ സുപ്രധാനമായ കാര്യം. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ യഥാർത്ഥ വശം ഉൾക്കൊള്ളുക എന്നതാണല്ലോ പ്രധാനം. ജനങ്ങൾക്ക് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയധാര പഠിപ്പിച്ചു കൊടുത്തത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹാപ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ആ മഹാപ്രസ്ഥാനത്തെ നെഞ്ചേറ്റുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമയാണ്. ആ കടമയാണ് നമ്മളിപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏറ്റവും ജനകീയമായ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡും അതിന്റെ അനുബന്ധ സംവിധാനങ്ങളുമാണ്. അതുപോലെ തന്നെ സുന്നി യുവജന സംഘമാണ്. ഈ രണ്ട് പ്രസ്ഥാനത്തിനു വേണ്ടി നേതൃത്വം കൊടുത്തവരാരാണെന്ന് എന്റെ മുമ്പിൽ നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം. ആ പാരമ്പര്യത്തിലൂടെയാണ് പരിശുദ്ധ ദീൻ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അൽ ഇസ്നാദു മിനദ്ദീൻ എന്നാണ് മഹാനായ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചത്. അൽ ഇസ്നാദു മിനദ്ദീൻ. ആ പാരമ്പര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതാകുന്നു ദീൻ എന്ന് ബഹുമാനപ്പെട്ടവർ പഠിപ്പിച്ചു. വലൗലൽ ഇസ്നാദു ലഖാല മൻ ശാഅ മാ ശാഅ. ആ ഒരു മഹത്തായ ഇസ്നാദ് എന്ന് പറയുന്ന പൂർവികരിലേക്ക് എത്തിച്ചേരുന്ന ആ ഒരു താവഴി ഇല്ലായിരുന്നുവെങ്കിൽ, ആ ഒരു മാർഗരേഖ ഇല്ലായിരുന്നുവെങ്കിൽ നിസ്സംശയം പറയാൻ കഴിയും ഓരോരുത്തരും ഓരോന്ന് പറയും. ആ ഓരോന്ന് പറയുന്നതിനനുസരിച്ച് കൊണ്ട് നമ്മൾ നിന്നു കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ തോന്നിയതുപോലെ പറയുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് അൽ ഇസ്നാദു മിനദ്ദീൻ എന്ന മഹത്തുക്കൾ പഠിപ്പിച്ചത്. പ്രത്യേകിച്ച് പഴയ കാലഘട്ടത്തിൽ ഈ സനദ് ചോദിക്കുന്ന പ്രവർത്തനമില്ല. ആര് പറഞ്ഞു എന്ന് പോലും ചോദിക്കാതെ പൂർവീകരായ ആളുകൾ എന്തും പറഞ്ഞാൽ അത് അപ്പടി വിശ്വസിക്കുന്ന ഒരു സമൂഹമായിരുന്നു നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. അവരെന്ത് പറഞ്ഞോ അത് ചോദ്യം ചെയ്യാതെ അംഗീകരിക്കുന്നവർ. എന്നാൽ പിൽക്കാലത്ത് നമ്മുടെ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തപ്പോൾ ആ പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾ എവിടെ നിന്നാണ് ഇത് ലഭിച്ചത് എന്ന് പറയണം എന്ന ചിന്ത സമൂഹത്തിൽ ഉണ്ടായി എന്നാണ് ചരിത്രം പറയുന്നത്. മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. ഇന്ന ഹാദൽ ഇൽമ ദീനും ഫൻദുറു അമ്മൻ തഅഖുദൂനഹു. ഈ ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഇൽമാണ്. ഇൽമ എന്ന് പറഞ്ഞാൽ ദീനാണ്. അതുകൊണ്ട് നിങ്ങൾ ദീൻ ആരിൽ നിന്ന് പഠിക്കുന്നു എന്ന് ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആരിൽ നിന്നാണ് നമ്മൾ ഇൽമ പിടിച്ചെടുക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കണം. ആരിൽ നിന്നെങ്കിലും പഠിച്ചാൽ പോരാ, എവിടെ നിന്നെങ്കിലും മനസ്സിലാക്കിയാൽ പോരാ. അതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ കാഴ്ചപ്പാട്. തെളിവ് ചോദിക്കാതെ അംഗീകരിച്ചിരുന്ന സമൂഹത്തിന്റെ കാലഘട്ടത്തിൽ പിന്നെ എന്തിന് തെളിവ് ചോദിക്കൽ വന്നു എന്ന് ചോദിച്ചാൽ ലം യകൂനു യസ്അലൂന അനിൽ ഇസ്നാദ്. പണ്ട് കാലത്തൊന്നും ഇസ്നാദിനെ കുറിച്ച് സനദിനെ കുറിച്ച് ചോദിക്കാറില്ല. ഒരു മഹാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് അപ്പടി അങ്ങ് വിശ്വസിക്കും, അതിലപ്പുറം പിന്നെ ഇല്ല.
എന്നിട്ട് മഹത്തുക്കളെ പഠിപ്പിക്കുന്നു നോക്കുക, ഫലമ്മാ വഖഅത്തിൽ ഫിത്നതു, കുഴപ്പങ്ങൾ സമൂഹത്തിൽ സംജാതമായപ്പോൾ, പ്രശ്നങ്ങൾ സമൂഹത്തിൽ സംജാതമായപ്പോൾ, ഖാലു സമ്മൂ ലനാ റിജാലകും, ആരിൽ നിന്നാണ് നിങ്ങൾക്ക് ഇത് കിട്ടിയത്, ഏത് പൈതൃക വഴിയിലൂടെയാണ് നിങ്ങൾക്ക് ഇത് കടന്നു കിട്ടിയത് എന്ന് കൃത്യമായി പറയണമെന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായി എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നു. എവിടെയാണ് മാതൃക എന്നാണ് ചോദിക്കുന്നത്. ആ കാലഘട്ടത്തിൽ മഹത്തുക്കൾ നമ്മളെ പഠിപ്പിച്ചത് എന്താണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്, എന്താണ് നമ്മൾ അവലംബിക്കേണ്ട പാത എന്ന് പഠിപ്പിച്ചു. ഫയുന്നറു ഇലാ അഹ്ലിസുന്നത്തി ഫയൂഖദു ഹദീസുഹും, സുന്നത്തിന്റെ അഹ്ലുകാരിൽ നിന്ന് അഥവാ യഥാർത്ഥ ദീനിന്റെ മാർഗരേഖ പഠിപ്പിക്കുന്നവരെ നിരീക്ഷിക്കുകയും അത് പിടിക്കുകയും ചെയ്യും. വയുന്നറു ഇലാ അഹ്ലിൽ ബിദ്അഇ, പുതിയ വാദങ്ങളെ നിരീക്ഷിക്കും. എന്നിട്ട് ഫലാ യൂഖദു ഹദീസുഹും, അവരുടെ ഹദീസിനെ ഒരിക്കലും അവലംബിക്കുകയില്ല, അവരെ വാചകങ്ങളെ, അവരെ വാക്കുകൾ അവലംബിക്കുകയില്ല. അതുകൊണ്ട് തന്നെ പൂർവ്വകാല ചരിത്രം, അനുഭവം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ വളരെ കൃത്യമായി സമൂഹത്തെ പഠിപ്പിച്ചതാ. ഫറോവയുടെ ചരിത്രം പറഞ്ഞിട്ട് പോലും ഖുർആൻ പറഞ്ഞത് ഫജഅൽനാഹും സലഫൻ വമഥലൻ ലിൽ ആഖിരീൻ, മറ്റുള്ളവർക്ക് വരാൻ പോകുന്ന ആളുകൾക്ക് വളരെ കൃത്യമായ പിൻഗാമികൾക്ക് മാതൃകയും ഗുണപാഠവുമാക്കി എന്ന. മുൻഗാമികളാണ് പിൻഗാമികളുടെ മാതൃക. ആ മുൻഗാമികളെ കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത്. മുമ്പ് കഴിഞ്ഞു പോയ മഹത്തുക്കളാണ് നമ്മുടെ മാർഗരേഖ, അവരെയാണ് നമ്മൾ പിന്തുടരേണ്ടത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ വളരെ വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ മഹാപ്രസ്ഥാനത്തിന് വളരെ കൃത്യവും വ്യക്തവുമായ ഒരു പൈതൃകമുണ്ട്. നമ്മുടെ മഹാപ്രസ്ഥാനത്തിന്റെ പൈതൃകത്തിലേക്കാണ് നിങ്ങളെ ക്ഷണിച്ചിട്ടുള്ളത്. ആ പൈതൃകത്തിലേക്കുള്ള ഒരു എത്തിനോട്ടം മാത്രമാണ് ഈ സമ്മേളനം. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ പറഞ്ഞു, ഇതെത്രയോ നേരത്തെ നടത്തേണ്ടതായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സ് നമുക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു. നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു പണ്ഡിത സംഘടനയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നത് പണ്ഡിതന്മാർ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വലിയ സംവിധാനമായി മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ കൊണ്ടുവന്നതാണ്. എന്നാൽ നിങ്ങൾ ഓർക്കണം, ഈ പണ്ഡിത സംഘടന ജനകീയമായതെപ്പോഴാണ്? അത് ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളിലേക്ക് അത് ഇറക്കിക്കൊണ്ടുവന്നതിന്റെ രീതിശാസ്ത്രം എന്താണ്? ഒരു കാര്യം നിങ്ങൾ നോക്കൂ, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡാണെന്ന് സൂചിപ്പിച്ചല്ലോ. 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിന് രൂപം നൽകിയ ശേഷം 1951 വിദ്യാഭ്യാസ ബോർഡ് എന്ന സംവിധാനം വരികയാണ്. നമ്മുടെ മദ്രസകൾ ഓരോ പ്രദേശത്തും വരികയാണ്. ജനങ്ങൾ ഇതുമായി അടുക്കുകയാണ്. ജനങ്ങൾക്ക് ദീൻ പഠിക്കാൻ ഇത് അവലംബമാവുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 1954 സുന്നി യുവജന സംഘം വരികയാണ്. അതിന്റെ ശേഷമേ സമത്വയുടെ എല്ലാ ഘടകങ്ങളും വന്നിട്ടുള്ളൂ. അതിന്റെ ശേഷമേ സമത്വയുടെ മുഴുവൻ ഘടകങ്ങളും പ്രവർത്തകമായിട്ടുള്ളൂ. ഇന്ന് കാണുന്ന മുഴുവൻ ഘടകങ്ങളും എത്രത്തോളം എന്ന് ചോദിച്ചാൽ 1959 5 വർഷം കഴിഞ്ഞിട്ടാണ് SKJMCC എന്ന് പറയുന്ന സംഘടന, മുഅല്ലിമീങ്ങളുടെ സംഘടന വരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സംഘടന 1951 വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ച് 5 വർഷം കഴിഞ്ഞിട്ട് 1959 മുഅല്ലിമീൻ സംഘടന വരുന്നത്. അതിന്റെ മുമ്പ് ജനങ്ങളെ ഇതിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി 1954 തന്നെ SYS വരുമ്പോൾ അത് ബഹുമാനപ്പെട്ട വാഫക്കിത്തങ്ങൾ പങ്കെടുത്ത, മഹാന്മാർ പങ്കെടുത്ത നമ്മുടെ പെരിന്തൽമണ്ണക്കടുത്തുള്ള കാര്യവട്ടം സമ്മേളനത്തിൽ ആമില എന്നൊരു സംഘം രൂപീകരിച്ചുകൊണ്ട് ബഹുജനങ്ങളെ ഇതിലേക്ക് അടുപ്പിക്കണമെന്ന തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു എന്ന് കൃത്യമായി നമുക്ക് കാണുവാൻ കഴിയും. ഇതിനെ വളർത്തിക്കൊണ്ടുവന്നത് ആരാണെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. എങ്ങനെ ഈ വഴിയിലൂടെ ബഹുജനങ്ങളെ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു എന്ന് പഠിക്കുമ്പോൾ, ആ പൈതൃകം പഠിക്കുമ്പോൾ, അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചത് ഈ പൈതൃകമാണ് ശരിയായ വഴി എന്നാണ്. പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത് യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും, നിങ്ങൾ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകനെയും അനുസരിക്കണം. അതുപോലെ തന്നെ കാര്യകർത്താക്കൾ അനുസരിക്കണം. ഉലുൽ അംർ എന്ന് പറഞ്ഞാൽ ആരാണ്? പണ്ഡിതന്മാരെന്നൊരു വ്യാഖ്യാനമുണ്ട്. എന്നാൽ മഹത്തുക്കൾ പറഞ്ഞു ഹുമുൽ ഉലമാഉ വൽ ഖാദത്തു വൽ ഹുക്കാം, നമ്മൾ നയിക്കുന്ന നേതാക്കൾ, നമ്മുടെ വിധി പറയുന്ന ആളുകൾ, അവരൊക്കെ അതിൽപ്പെട്ടവരാണ്. നമ്മുടെ സമൂഹത്തിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ കെൽപ്പുള്ളവർ അതിൽപ്പെട്ടതാണെന്ന് പരിശുദ്ധമായ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ കൃത്യമായി പറയുന്നു. ലീഡേഴ്സ് ആണ് അവർ, നമ്മൾ നയിക്കേണ്ടവരാണ് അവർ. മഹലിന്റെ ഭാരവാഹികൾ ഇവിടെ ഉണ്ടാകും, ഉമറാക്കൾ ഇവിടെ ഉണ്ടാകും. സമൂഹത്തിൽ എന്തെങ്കിലും ഒരു കാര്യം കൃത്യമായി നടപ്പാക്കാൻ കെൽപ്പുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവും. അവരെ അംഗീകരിച്ചേ പറ്റൂ. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് പറക്കുന്നത് 1945 കാര്യവട്ടത്ത് വെച്ച് ബാഫക്കിത്തങ്ങളുടെ ഒറ്റ പ്രഭാഷണത്തിന്റെ ഫലമാണ്. മഹാനായ ബാഫക്കിത്തങ്ങൾ പറഞ്ഞത് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാകും, ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. രാജ്യം സ്വതന്ത്രമാകാൻ പോകുന്നു, നമുക്ക് സ്വന്തമായി മദ്രസകൾ വേണ്ടി വരും. ഇപ്പോൾ നമ്മൾ സ്കൂളിലാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മതേതരത്വം വന്നാൽ അത് പറ്റില്ല. ആ നിർദ്ദേശം ബാഫക്കിത്തങ്ങൾ വെച്ചതോടുകൂടി ബഹുമാനപ്പെട്ട ബാഫക്കിത്തങ്ങളുടെ ആ നിർദ്ദേശം ജനസമൂഹം നെഞ്ചേറ്റി. പിന്നീട്
മഹാനായ ബാഫക്കി തങ്ങൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ചത് ഓരോന്നും ചരിത്രം പഠിക്കും നമുക്ക് കാണാൻ കഴിയും. പിന്നീട് നടന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ 1950 വളാഞ്ചേരി സമ്മേളനം. ആ വളാഞ്ചേരി സമ്മേളനത്തിൽ ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ പദ്ധതി കൊണ്ടുവരണമെന്ന് ബാഫക്കി തങ്ങൾ തെര്യപ്പെടുത്തിക്കൊണ്ട് പ്രസംഗിച്ചു. ഉസ്താദുമാരും അദ്ദേഹത്തിന്റെ അതേ വാക്കിൽ ഏറ്റുപിടിച്ചു. അങ്ങനെ 1951 വടകരയിൽ വെച്ച് വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ നടക്കുന്നു. 1951 സെപ്റ്റംബർ 17 വാളക്കുളത്ത് വെച്ച് ഇതേ ബാഫക്കി തങ്ങൾ ട്രഷററായി. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എന്ന സംഘം പറക്കുന്നു. അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. അന്ന് അതിന്റെ സെക്രട്ടറി ആയതാരാണ്? ബഹുമാനപ്പെട്ട KP ഉസ്മാൻ സാഹിബാണ്. നമ്മുടെ സമൂഹത്തിലെ ഉമറാക്കൽപ്പെട്ട ഒരാളെ വെച്ചുകൊണ്ടാണ് മുന്നോട്ട് കൊണ്ടുപോയത്. അങ്ങനെ ബഹുമാനപ്പെട്ട പറവണ്ണ ഉസ്താദ് തലപ്പത്തും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഏറെ പണിയെടുത്ത ബഹുമാനപ്പെട്ട ബഹുമാന്യൻ എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഉസ്മാൻ ബോർഡ് എന്ന് വരെ പറഞ്ഞിരുന്നു അദ്ദേഹത്തെ കുറിച്ച്. അത്ര സ്മരിക്കപ്പെടേണ്ട വ്യക്തിയാണ് അദ്ദേഹമാണ് അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തി. ബാഫക്കി തങ്ങളാണ് ഇതിന് ധനശേഖരണം നടത്തിയത്. അങ്ങനെ ബാഫക്കി തങ്ങൾ ധനശേഖരണം നടത്താൻ വേണ്ടി വഴന്ന് സംഘടിപ്പിച്ചു. കൊയിലാണ്ടിയിൽ 1500 രൂപ ലഭിച്ചു എന്നാണ് പറയുന്നത്. 300 എന്ന് ചിലർ പറയാറുണ്ട്. പക്ഷേ ആധികാരികമായ ചരിത്രരേഖ പരിശോധിക്കുമ്പോൾ അന്ന് തന്നെ 1500 രൂപ കിട്ടിയെന്ന് രേഖപ്പെടുത്തി കാണുന്നു. യഥാർത്ഥത്തിൽ ഈ വിദ്യാഭ്യാസ ബോർഡ് പിറക്കുന്നതിന്റെ മുന്നോടിയായി കാര്യവട്ടം പ്രസംഗം നടത്തിയതിനു ശേഷം 1949 തന്നെ ബാഫക്കി തങ്ങൾ പ്രത്യേക താല്പര്യമെടുത്ത് ജനങ്ങളെ ഇതിലേക്ക് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി 2 ഓർഗനൈസർമാരെ നിയമിച്ചിരുന്നു. ആ 2 ഓർഗനൈസർമാർ എന്ന് പറഞ്ഞാൽ ഒന്ന് പിന്നീട് സെക്രട്ടറിയായി വന്ന ബഹുമാനപ്പെട്ട KP ഉസ്മാൻ സാഹിബായിരുന്നു. അതുപോലെ തന്നെ വല്ലപ്പുഴ സ്വദേശി അയമു മുസ്ലിയാർ എന്ന് പറയുന്ന അഹമ്മദ് മുസ്ലിയാരെ. ഈ 2 പേർക്കും ശമ്പളം കൊടുത്തിരുന്നത് ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങളാണ്. അന്ന് സമസ്തയുടെ കയ്യിൽ പണമുണ്ടായിരുന്നില്ല. നമ്മൾ ഇത്ര വികസിച്ചിട്ടില്ല. ആ കാലഘട്ടത്തെ ഓർക്കണം, പഴമയെ ഓർക്കണം. ബഹുമാനപ്പെട്ട തങ്ങൾ ആവർത്തിച്ചു പറഞ്ഞല്ലോ, അന്ന് ബാഫക്കി തങ്ങൾ ശമ്പളം കൊടുത്തു. എങ്ങനെയാണ് ഞാൻ ഈ വിദ്യാഭ്യാസ പ്രവർത്തനത്തെ വളർത്തിക്കൊണ്ടുവന്നത് എന്ന് ഉസ്മാൻ സാഹിബ് വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സ്മരണികയിലുണ്ട്. അത് സൂചിപ്പിക്കാനാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ഒരു ഗ്രാമത്തിൽ ഒരു മദ്രസ ഉണ്ടാക്കുന്നതിന് വേണ്ടി മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് ആരംഭിച്ചപ്പോൾ നിങ്ങൾ നോക്കൂ, സമസ്തയുടെ ആദ്യത്തെ 10 മദ്രസകൾ എവിടെയാണെന്ന് നോക്കൂ. അതിനെ കണക്കെടുത്ത് നോക്കൂ. ആദ്യം 10 മദ്രസക്കാണ് അംഗീകാരം കൊടുത്തത്. ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ ഇത് പ്രഖ്യാപിച്ചുകൊണ്ട് പണം പിരിച്ച് ഇതിനു വേണ്ടി ഓർഗനൈസർമാരെ വെച്ച് ഓർഗനൈസർക്ക് ശമ്പളം കൊടുത്തത് ഈ പിരിവിൽ നിന്നല്ല, ബാഫക്കി തങ്ങളുടെ അരിപ്പീടികയിലെ പണം കൊണ്ടാണ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ സാഹിബ് പറയുന്നു, ഞാൻ പാണക്കാട്ട് വരും. പാണക്കാട്ട് കോലായിൽ വന്ന് പൂക്കോയ തങ്ങളെ കാണും. പൂക്കോയ തങ്ങളോട് ഒരു ഡേറ്റ് നിശ്ചയിക്കും. അദ്ദേഹത്തെ കൊണ്ടുപോകും ഗ്രാമങ്ങളിലേക്ക്. ഓരോ ഗ്രാമത്തിൽ പൂക്കോയ തങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ആളുകൾ കൂടും. ആ ആളുകൾ കൂടുമ്പോൾ ആളുകളോട് പൂക്കോയ തങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയും ഉപദേശവും കേൾക്കുവാനാണ് ആളുകൾ വരുന്നത്. ആ ഉപദേശം കേട്ടുകൊണ്ട് അവർ ഒരു മദ്രസ രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാഥമിക പ്രവർത്തനങ്ങൾക്ക് സ്ഥലം തരും. അതുപോലെ തന്നെ അതിനുവേണ്ട മറ്റു സാമഗ്രികളൊക്കെ അവർ വാഗ്ദാനം ചെയ്യും. കല്ലും അതുപോലെ തന്നെ മരങ്ങളും ഒക്കെ. അങ്ങനെ ഒരു മദ്രസ രൂപപ്പെടുകയാണ്. ഈ വിഷയം ബഹുമാനപ്പെട്ട ഉസ്മാൻ സാഹിബ് പലപ്പോഴും പ്രസംഗിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, CH ഈ കാര്യം പ്രസംഗിക്കുന്നത് പൂക്കോയത്തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രസംഗിക്കുന്നത്, പൂക്കോയത്തങ്ങളെ സ്മരണ മുൻനിർത്തിക്കൊണ്ട് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളും കേട്ടിരിക്കും. പൂക്കോയത്തങ്ങൾ എന്ന വ്യക്തിയുടെ കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി ഗ്രാമങ്ങളിലേക്ക് ഇറക്കിക്കൊണ്ട് ചെന്നുകൊണ്ടാണ് ഈ മദ്രസകൾ കെട്ടിപ്പടുക്കാൻ ഊർജം പറഞ്ഞത് എന്ന് ഉസ്മാൻ സാഹിബ് പലപ്പോഴും പറഞ്ഞതായി നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ ആ വലിയ സംരംഭത്തെ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംരംഭമായിരുന്നു ഒരു പ്രധാനപ്പെട്ട ബിരുദ കോളേജ്. തങ്ങളിവിടെ അനുസ്മരിച്ചല്ലോ, ജാമിയ നൂരിയ അറബിയ. ആ ജാമിയ നൂരിയ അറബിയുടെ ചരിത്രം പഠിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങളെയും അതുപോലെ പൂക്കോയ തങ്ങളെയും ശംസുൽ ഉലമയും സ്മരിക്കാതിരിക്കാൻ നിർവാഹമില്ല. 1962 ഏപ്രിൽ 4 മുഷാവറ തീരുമാനിച്ചു, നല്ല മനോഹരമായ ഒരു വിദ്യാപീഠം ഇവിടെ ഉണ്ടാക്കണം. ബാക്കിയാത്തു സാലിയത്തിലേക്ക് അഡ്മിഷൻ കിട്ടാത്ത ആളുകളുണ്ട്. നോർത്ത് ഇന്ത്യയിൽ പോയി മധ്യ ഇന്ത്യയിൽ പോയി ഒക്കെ പഠിക്കാൻ കഴിയാത്ത ആളുകളുണ്ട്. അന്ന് കേരളത്തിൽ ഒരു ബിരുദം കൊടുക്കുന്ന സ്ഥാപനം ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഒരു ബിരുദം കൊടുക്കുന്ന സ്ഥാപനം വേണം. അതിനുവേണ്ടിയാണ് ജാമിയ നൂരിയക്ക് തീരുമാനമെടുത്തത്. ആദ്യമായി കോളേജ് കമ്മിറ്റി ഉണ്ടാക്കി. ഞാൻ പറഞ്ഞ ഈ തീയതിയിലെ മുഷാവറ യോഗത്തിൽ വെച്ചുണ്ടാക്കിയ തീരുമാന പ്രകാരമുള്ള കമ്മിറ്റി എന്താണ്? അതിന്റെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്നത് പ്രസിഡന്റ് ബാഫക്കി തങ്ങൾ, വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങൾ. അതാണ് മനസ്സിലാക്കേണ്ടത്. വൈസ് പ്രസിഡന്റ് പൂക്കോയ തങ്ങളും പ്രസിഡന്റ് ബാഫക്കി തങ്ങളും ശംസുൽ ഉലമ ജനറൽ സെക്രട്ടറിയും. അങ്ങനെയാണ് ആ സ്ഥാപനം ആരംഭിക്കുന്നത്. മഹാനായ ശംഖുന ശംസുൽ ഉലമ എന്ന ജ്ഞാനിയായ മനുഷ്യൻ അതിന്റെ പ്രിൻസിപ്പൽ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ അതിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നത് ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങളാണ്. ബാഫക്കി തങ്ങൾ പ്രസിഡന്റും പൂക്കോയ തങ്ങൾ ജനറൽ സെക്രട്ടറി.
അങ്ങനെ ഈ കുടുംബം ഇന്നും നെഞ്ചേറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം. എത്രയോ ആളുകൾ ബിരുദധാരികൾ ഈ സദസ്സിൽ ഭൂരിപക്ഷവും പണ്ഡിതന്മാരുണ്ട്, ഉമറാക്കളുണ്ട്. നല്ല നിറഞ്ഞൊരു സദസ്സാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നാട് നിയന്ത്രിക്കുന്ന ഉമറാക്കളും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ആലിമീങ്ങളും അടങ്ങുന്ന സദസ്സാണ്. ആലിമീങ്ങളിൽ പലരും ബിരുദമെടുത്തത് ഒരു പക്ഷേ പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ നിന്നായിരിക്കും. അതിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഇതിന്റെ മഹത്തുക്കളെ ഒഴിച്ചു നിർത്താൻ പറ്റില്ല. ഇതിനെ വളർത്തിയത് പാണക്കാട്ടെ സയ്യിദുമാരാണ്. അതിനുവേണ്ടി ചേർന്ന് നിന്നത് അവരാണ്. പൂക്കോയ തങ്ങളെയാണ് ബാപ്പുഹാജി, കറാച്ചി ബാപ്പുഹാജി ആദ്യമായി സമീപിച്ചത്. നേരെ അദ്ദേഹം പൂക്കോയ തങ്ങളടുത്ത് വന്നുകൊണ്ട് നൂരിഷ എന്ന് പറയുന്ന മഹാനായ വ്യക്തിത്വത്തിന് അദ്ദേഹം സ്ഥലം കൊടുത്തിരുന്നു സ്ഥാപനം തുടങ്ങാൻ. സ്ഥാപനം ആരംഭിക്കാത്തതിന്റെ പശ്ചാത്തലത്തിൽ പൂക്കോയ തങ്ങളോട് വന്ന് പറഞ്ഞുകൊണ്ട് അത് നല്ലൊരു സ്ഥാപനമാക്കി കാണണം എന്ന ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചു. അങ്ങനെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അതിനുവേണ്ടി ചുമതലപ്പെടുത്തപ്പെട്ടു. ബഹുമാനപ്പെട്ടവർ നേരെ ബാഫക്കിത്തങ്ങളെ ബന്ധപ്പെട്ടു. പൂക്കോയത്തങ്ങൾ ബാഫക്കിത്തങ്ങളും പൂക്കോയത്തങ്ങളും ബന്ധപ്പെട്ട് ശംസുലമയോട് കാര്യം പറഞ്ഞ് മഹാനായ ശംസുലമ മുന്നോട്ട് വന്ന് അദ്ദേഹം ഹൈദരാബാദിൽ പോയി. ബഹുമാനപ്പെട്ട നൂരിഷ തങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ തിരിച്ച് സമത്തൊക്കെ വേണം. അതുകൊണ്ട് സ്ഥാപനം ഇവിടെ ആരംഭിക്കണം. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഷെയ്ഖുന ശംസുലമ ഹൈദരാബാദിൽ പോയി അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം വഴങ്ങി. പാണക്കാട്ടെ പൂക്കോയത്തങ്ങളും ബാഫക്കിത്തങ്ങളും ഒക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം അതിന് അനുകൂലമായി പ്രതികരിച്ചു. പക്ഷെ ഒരു നിബന്ധന അദ്ദേഹം പറഞ്ഞു അത്രേ. ഷെയ്ഖുനയുടെ ചരിത്രത്തിലുണ്ട്. അദ്ദേഹം പറഞ്ഞു സ്ഥാപനത്തിന്റെ പ്രസിഡന്റായി എന്നെ വെക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട നൂരിഷ തങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോ മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമ പറഞ്ഞൊരു വാചകമുണ്ട്. അതാണ് നമ്മുടെ ഹെറിറ്റേജ്, അതാണ് നമ്മുടെ പാരമ്പര്യം. മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമ പറഞ്ഞു, ബാഫക്കിത്തങ്ങളും പൂക്കോയത്തങ്ങളും ജീവിച്ചിരിക്കുന്ന കാലത്ത് മറ്റൊരാളെ പ്രസിഡന്റാക്കാൻ മുസ്ലിം ഉമ്മത്ത് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു വാചകമാണ്. മഹാനായ ശംസുൽ ഉലമയോട് നൂരിഷ തങ്ങൾ പറഞ്ഞ വാചകമാണത്. ചരിത്രം മറന്നു പോകരുത്. വർത്തമാനത്തിൽ ലയിച്ചു ചേർന്നുകൊണ്ട് നമ്മൾ ഒരിക്കലും ചരിത്രത്തെ വിസ്മരിച്ചു പോകരുത്. മാത്രമല്ല 1949 കാര്യവട്ടം സമ്മേളനം, ആ കാര്യവട്ട സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ആമില സംഘം ഉണ്ടാക്കി നമ്മുടെ നേതാക്കൾ. അതിന്റെ നാളുവഴികളും ചരിത്രങ്ങളും ഒക്കെ പറയുമ്പോൾ സമയമേറെ നീണ്ടുപോകും. ആമിലയാണ് പിന്നീട് സുന്നി യുവജന സംഘമായി മാറുന്നത്. ആ സുന്നി യുവജന സംഘം എങ്ങനെ ജനകീയമായി, വിദ്യാഭ്യാസ ബോർഡ് എങ്ങനെ ജനകീയമായി എന്ന് ഞാൻ സൂചിപ്പിച്ചതുപോലെ എങ്ങനെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ രണ്ടാമത്തെ കീഴ്ഘടകമായി രൂപപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സാധാരണക്കാരിലേക്ക് ഇറക്കിക്കൊണ്ടുവരുന്നതിന്റെ യുവാക്കളെ സംഘടിപ്പിക്കുവാനുള്ള ആമില സംഘം, അതുപോലെ തന്നെ സുന്നി യുവജന സംഘം അന്നൊരു നിബന്ധന പോലും അതിൽ എഴുതി വെച്ചിരുന്നു. ഈ ആമില സംഘത്തിലുള്ളവർ പണ്ഡിതന്മാരാകണമെന്നില്ല. ആമില സംഘത്തിലെ ആളുകൾ പണ്ഡിതന്മാരാകണമെന്നില്ല. അത് ഉമറാക്കളെ ഇതിലേക്ക് അടുപ്പിക്കാനുള്ള തന്ത്രപരമായ പണ്ഡിതന്മാരുടെ സമീപനമായിരുന്നു. വളരെ യുക്തിസഹമായ സമീപനമായിരുന്നു. അവർ കാഴ്ചപ്പാടുള്ളതായിരുന്നു, ദീർഘദൃക്കുകളായിരുന്നു അവർ. അങ്ങനെ അവർ അതിനുവേണ്ടി സംഘം രൂപീകരിച്ചപ്പോൾ നിങ്ങൾ ഓർക്കണം, ബഹുമാനപ്പെട്ട പൂക്കോയത്തങ്ങളെ അതിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. മഹാനായ സയ്യിദ് പൂക്കോയത്തങ്ങൾ 1968 ഓഗസ്റ്റ് 25 സുന്നി യുവജന സംഘത്തിന്റെ പ്രസിഡന്റായി. ബഹുമാനപ്പെട്ട പൂക്കോയത്തങ്ങൾ നിബന്ധന വെച്ചു, CH ഹൈദ്രോസ് മുസ്ലിയാർ അതിന്റെ ഓർഗനൈസർ ആകണം. ഹൈദ്രോസ് മുസ്ലിയാർ അതിന്റെ ഓർഗനൈസർ സ്ഥാനത്തിന് വേണ്ടി ദർസ് നിർത്തി. പൂക്കോയത്തങ്ങളെ സഹായിച്ചുകൊണ്ട് ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി. ഹൈദ്രോസ് മുസ്ലിയാർ പലപ്പോഴും സുന്നി യുവജന സംഘത്തിന്റെ കൺവെൻഷനിൽ പ്രസംഗിക്കുന്നത് നമ്മളൊക്കെ കേട്ടനുഭവിച്ചതാണ്. മഹാൻ പറഞ്ഞു, ഒരു പ്രദേശത്തെ സുന്നി യുവജന സംഘത്തിന്റെ യൂണിറ്റ് ഉണ്ടാക്കാൻ ബഹുമാനപ്പെട്ട പൂക്കോയത്തങ്ങളെ കൊണ്ടുപോകും. വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസ ഉണ്ടാക്കാൻ കൊണ്ടുപോയതുപോലെ അങ്ങനെ അവിടെ കൊണ്ടുപോകുമ്പോൾ ആളുകൾ തടിച്ചുകൂടും. അവിടെ സുന്നി യുവജന സംഘത്തിന്റെ യൂണിറ്റ് ഉണ്ടാക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനകീയ സംരംഭങ്ങൾക്ക് ഊടും പാവും പകർന്ന പ്രതിഭാസമ്പന്നനായ അള്ളാഹു തന്ന വരദാനമായിരുന്നു പാണക്കാട്ടെ പൂക്കോയത്തങ്ങൾ. അതൊരിക്കലും മറന്നു പോകാൻ പാടില്ല. നമ്മുടെ സമൂഹം പഠിക്കേണ്ട പ്രധാനപ്പെട്ട വളർന്ന തലമുറ പഠിക്കേണ്ട പാഠമാണ്. ആ തലമുറക്കാണ് ഈ പൈതൃകം പകർന്നു കൊടുക്കുന്നത് നമ്മൾ. അതുപോലെ തന്നെ CH ഹൈദ്രോസ് മുസ്ലിയാർ അതിനു വേണ്ടി തന്റെ ജോലി രാജിവെച്ചത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നിർത്തിവെച്ച് ദർസ് വളരെ പ്രധാനമാണ്. പക്ഷേ പൂക്കോയത്തങ്ങളുടെ സേവനത്തോടുകൂടി ഗ്രാമതലങ്ങളിൽ സുന്നത്ത് ജമാഅത്തിന്റെ യുവതയെ കെട്ടിപ്പടുക്കാൻ അവസരം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. ഏറെ തിരക്കുള്ള പൂക്കോയത്തങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നിറങ്ങി ഗ്രാമത്തിലേക്ക് വരുമ്പോ ഞാൻ ദർസ് നിർത്തിവെച്ചു. അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് വേണ്ടിയായിരുന്നു. ഈ രണ്ട് സംഘടനകൾ ജനകീയമാക്കി. അതുകൊണ്ട് തന്നെ പഴയ കാലഘട്ടത്തിലെ ചരിത്ര പുസ്തകത്തിന്റെ താളുകളൊന്ന് മറിച്ചു നോക്കണം നിങ്ങൾ. ചരിത്രം വലിയ ഗുരുനാഥനാണ്. ഈ പരിഗണന ബഹുമാനപ്പെട്ട പാണക്കാട്ടെ PMS പൂക്കോയത്തങ്ങൾക്ക് അക്കാലഘട്ടത്തിലെ സമസ്തയുടെ ആലിമീങ്ങൾ എത്രത്തോളം കൊടുത്തു എന്ന് നോക്കൂ നിങ്ങൾ. 1959 ജനുവരി മാസം 29 മുതൽ 30 വരെ
വിദ്യാഭ്യാസ ബോർഡിന്റെ 1ാമത്തെ വാർഷികം വടകരയിൽ വെച്ച് നടക്കുന്നു. ആ 1ാം വാർഷികം ഉദ്ഘാടനം ചെയ്യാൻ 1ാമത്തെ ദിവസം അവർ വിളിച്ചു കൊണ്ടുപോയത് മഹാനായ പാണക്കാട്ടെ പൂക്കോയ തങ്ങളെയാണ്. എത്ര വലിയ വലിയ പണ്ഡിതന്മാരെന്ന് ജീവിച്ചിരിപ്പുണ്ട്, എത്ര വലിയ മഹാരഥന്മാരെന്ന് സമത്തയുടെ അമരത്തുണ്ട്. അവരൊക്കെ ഉണ്ടായിട്ടും അതിന്റെ ഉദ്ഘാടനത്തിന് പാണക്കാട്ട് വന്ന ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങളെ കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തെക്കാൾ എത്രയോ ഉന്നതരായ മഹാപണ്ഡിതന്മാർ അവിടെയുണ്ട്. പക്ഷെ തങ്ങൾ ചെയ്ത സേവനത്തിന് നല്ല വിവേകമുള്ള പണ്ഡിതന്മാർ നൽകിയ ഏറ്റവും വലിയ അംഗീകാരമായിരുന്നു അത്. അത് കഴിഞ്ഞാൽ 1961 വരുന്നു. ഫെബ്രുവരി 21 മുതൽ സമ്മേളനം നടക്കുകയാണ്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് 2ാം സമ്മേളനവും അതിനോട് യോജിപ്പിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കൾ വലിയൊരു സംരംഭവും സമ്മേളനവുമാക്കി മാറ്റുകയാണ്. അങ്ങനെ 1961 ഫെബ്രുവരി മാസം 21 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു സമ്മേളനം. ആ സമ്മേളനം നടക്കുന്ന സമയത്ത് അതിന്റെ സ്വാഗത സംഘത്തിന്റെ ചെയർമാനായി ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങളെയാണ് വെച്ചത്. കക്കാട്ട് വെച്ചാണ് നടക്കുന്നത് സമസ്തയുടെ സമ്മേളനവും വിദ്യാഭ്യാസ ബോർഡിന്റെ സമ്മേളനവും. ആ കക്കാട് സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ചെയർമാൻ എത്രയോ ആലിമ്യങ്ങൾ ഇവിടെയുണ്ട്, എത്രയോ മഹത്തുക്കൾ ഇവിടെയുണ്ട്. പൂക്കോയ തങ്ങളെ ചെയർമാനാക്കി വെച്ചു. അത് അദ്ദേഹത്തോട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ആ നന്ദി സൂചകമായ പ്രകടനമായിരുന്നു. അതും കഴിഞ്ഞാൽ 1965 അൽബയാനിൽ ഈ കാര്യമൊക്കെ എഴുതിയിട്ടുണ്ട്, ചരിത്ര രേഖയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്, വാചാടോപ്പമല്ല, കൃത്യമായി ചരിത്രം പഠിച്ചാൽ കാണുവാൻ കഴിയും. 1965 സമസ്ത വലിയൊരു നിർണായകമായ പ്രതിസന്ധിയിൽപ്പെട്ടു. ആ പ്രതിസന്ധി എന്ന് പറയുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് തീരുമാനമെടുത്തപ്പോൾ പ്രോജ്വലരായ പല പണ്ഡിതന്മാർ, അറിയപ്പെടുന്ന മഹാപണ്ഡിതന്മാർ, ഞാനവരുടെ പേരുകൾ ഉദ്ധരിക്കുന്നില്ല, ഒരു ന്യൂനതയും പറയാനില്ലാത്ത മഹാപണ്ഡിതന്മാർ വേറിട്ട് സംഘടിച്ചു. അവരുടെ സംഘടന രൂപം കൊടുത്തു. അഖില കേരള ജംഇയ്യത്തുൽ ഉലമ എന്നാണ് അതിന്റെ പേര്. അഖില കേരള ജംഇയ്യത്തുൽ ഉലമയിൽ അണിനിരന്ന നേതാക്കൾ ഇന്നത്തെ പോലെയൊന്നുമല്ല. അവരോട് ചോദ്യം ചെയ്യാൻ പോലും പറ്റാത്ത വിധം പരിശുദ്ധരും വലിയ ആലിമ്യങ്ങളുമാണ് അവർ. എന്നാൽ അവർ സമസ്തയുടെ തീരുമാനത്തോട് വിയോജിപ്പ് പ്രകടമാക്കിക്കൊണ്ട് പുതിയൊരു സംഘടന രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രതിസന്ധിയിലായി. കാരണം വലിയ പണ്ഡിതന്മാരായതുകൊണ്ട് അവർക്ക് ജനാംഗീകാരം ഉണ്ടാകും. ആ പ്രതിസന്ധിയിൽ നിന്നും സമസ്തയെ കരകയറ്റിയത് പാണക്കാട്ടെ പൂക്കോയ തങ്ങളാണ്. 1966 ഏപ്രിൽ 3 കുറ്റിച്ചിറയിൽ കോഴിക്കോട്ട് ഒരു സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിൽ വെച്ച് പൂക്കോയ തങ്ങൾ ഒരു വാക്ക് പറഞ്ഞു, അഖില അകലെ, നമുക്ക് അഖിലയും വേണ്ട കൊകിലയും വേണ്ട സമത്വ മതി. ആ ഒറ്റ വാക്ക് പാണക്കാട്ടെ തങ്ങൾ അങ്ങനെ പറഞ്ഞെങ്കിൽ ഇനി ആ സംഘടന വേണ്ട. ഇരുത്തം വന്ന മഹാപണ്ഡിതന്മാർ അത് ഒഴിവാക്കി. അവരന്വേഷിച്ചു, ഇതിനെക്കുറിച്ച് ഉത്തരേന്ത്യയിൽ പോയി പുസ്തകങ്ങൾ പഠിച്ചു. വസ്തുതയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. സമസ്തയുടെ തീരുമാനത്തിനൊപ്പം അവർ നിൽക്കാൻ കാരണം, ആ സംഘടന പച്ച പിടിക്കാതിരിക്കാൻ കാരണം പൂക്കോയ തങ്ങളുടെ ഗൗരവമുള്ള ഒരൊറ്റ വാക്കായിരുന്നു. ആ പൂക്കോയ തങ്ങളോട് ഇതേ നന്ദി സമസ്ത തുറന്നുകൊണ്ടിരുന്നു. ചേളാരിയിലാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ആസ്ഥാനം. അതാണ് സമസ്തയുടെ കരുത്ത്. ആ ആസ്ഥാന മന്ദിരം 1970 ഡിസംബർ 20 ഉദ്ഘാടനം ചെയ്യുന്നു. ഒരു സംഗതി ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഒന്ന് ഉദ്ഘാടനവും മറ്റൊന്ന് അധ്യക്ഷനുമാണ്. ആൾക്കാർ അറിഞ്ഞുകൂടാത്തത്, ആരാണ് ഉദ്ഘാടനം ചെയ്തത്? പാണക്കാട്ടെ പൂക്കോയ തങ്ങളാണ് ഉദ്ഘാടനം ചെയ്തത്. ആരാണ് അധ്യക്ഷത വഹിച്ചത്? ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ ഇമാം ബാഫഖി തങ്ങൾ. പ്രഭാഷകൻ എന്ന കൂട്ടത്തിൽ എഴുതിയിരിക്കുന്നു. ആരാണ് പ്രഭാഷകൻ എന്ന കൂട്ടത്തിൽ 1ാം നമ്പർ എഴുതിയിരിക്കുന്നത്? ശംസുൽ ഉലമ അബൂബക്കർ മുസ്ലിയാർ എന്ന മഹാപണ്ഡിതനെ. ശംസുൽ ഉലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് അധ്യക്ഷൻ ബാഫഖി തങ്ങൾ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങൾ ഉദ്ഘാടനം. മാത്രമല്ല ആരാ പ്രഭാഷകർ? ശംസുൽ ഉലമക്കൊപ്പമുള്ള പ്രഭാഷകൻ CH മുഹമ്മദ് കോയ സാഹിബ്. അങ്ങനെ തന്നെ നോട്ടീസ് ഇപ്പോഴുമുണ്ട്, നോക്കൂ നിങ്ങൾ, രേഖകൾ പരിശോധിക്കൂ. അന്നത്തെ പഞ്ചായത്ത് മന്ത്രി ഔക്കാദ് സാഹിബ്. ആനുഷംഗമായി സമസ്തക്കാരല്ല, പക്ഷെ സമസ്തയുടെ ആലിമ്യങ്ങളുടെ മന്ത്രിയെ അദ്ദേഹത്തെ വിളിച്ചു. അന്ന് അദ്ദേഹത്തെ വിളിച്ചു എന്ന് മാത്രമല്ല, ഉണ്ട്, മഹാപണ്ഡിതന്മാർ, സുന്നത്ത് ജമാഅത്തിന്റെ നെടുന്തൂണുകളായ 2 പണ്ഡിതന്മാർക്കൊപ്പം ഇവരൊക്കെ പ്രസംഗിച്ചു. രേഖ നോക്കൂ നിങ്ങൾ. ഇന്ന് അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇന്നത്തെ അവസ്ഥ എന്താണ്? അതേസമയത്ത് ഇപ്പൊ നിങ്ങൾ നോക്കൂ, അന്ന് ആ യോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട PM കമ്മുഹാജി അവരുടെ ചെയർമാൻ, ഉമറാക്കൾക്ക് കൊടുക്കുന്ന പരിഗണന ചെയർമാൻ PM കമ്മുഹാജി. അതുപോലെ തന്നെ സ്വാഗത സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി, അത് സെക്രട്ടറി കണ്ടിരുന്നല്ല പറയുന്നത്. നോട്ടീസ് എങ്ങനെയാണ്? മാന്നാർ അബ്ദുൽ ഖാദർ ഹാജി. നിങ്ങൾ നോക്കൂ, നമ്മൾ ഇന്നുപോലും ആ രീതിയിൽ മന്ത്രിയെ പങ്കെടുക്കുമ്പോൾ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചു എന്നുള്ള കുഴപ്പമുണ്ടായി. നിരീക്ഷണത്തിലേക്ക് പോകുന്നവരെ പങ്കെടുപ്പിച്ചാൽ കുഴപ്പമില്ലാതായി. ആ മാറ്റത്തെയാണ് നമ്മുടെ സമൂഹം ബോധ്യപ്പെടുത്തുന്നത്. നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സമൂഹം കൃത്യമായി മനസ്സിലാക്കണം. അതിനൊന്നും സമസ്തയുടെ തലമുറക്കുന്ന പല നേതാക്കളും പച്ചപ്പൊടി വീശിട്ടുണ്ടാവില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഈ സമൂഹത്തെ 1973 വളരെ വ്യക്തമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി
സുന്നി യുവജന സംഘത്തെ പോലെ തന്നെ ഒരു വിദ്യാർത്ഥി സംഘടന രൂപീകരിച്ചു. ആ വലിയ വിദ്യാർത്ഥി സംഘടന രൂപീകരിക്കുമ്പോ ആ വിദ്യാർത്ഥി സംഘടന തലപ്പത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളായിരുന്നു. 1973 നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സെല്ലിമയുടെ സൂചിപ്പിച്ചു, ജാമിഅ നൂരിയ അറബി മോഡൽ വെച്ചുകൊണ്ട് രൂപീകരിക്കുമ്പോ അതിന്റെ തലപ്പത്തുണ്ടായിരുന്നത് ബഹുമാനപ്പെട്ടവരായിരുന്നു. അങ്ങനെ മുന്നോട്ട് വന്ന് സമത്വയുടെ ചരിത്രം പഠിക്കുന്ന ഓരോ ആളുകൾക്കും അറിയാം, സമത്വ കേരള ജംഇയ്യത്തുൽ എല്ലാ പ്രവർത്തനങ്ങളിലും അതിന്റെ വിദ്യാസംഘടന വരെയുള്ള പ്രവർത്തനങ്ങളിൽ എന്നും അതിന്റെ കൂടെ നിന്നവരാണ് സമത്വയുടെ ആലിമ്യങ്ങൾക്കൊപ്പം പാലക്കാട് കുടുംബം. അതുപോലെ 1972 തിരുനാവായ സമ്മേളനം 1972 ആ തിരുനാവായ സമ്മേളനത്തോടൊപ്പമാണ് വിദ്യാഭ്യാസ ബോർഡിന്റെ ജാമിഅ നൂരിയയുടെ സമ്മേളനം. ജാമിഅ നൂരിയയുടെ 9ാം സമ്മേളനവും വിദ്യാഭ്യാസ ബോർഡിന്റെ തിരുനാവായ സമത്വയുടെ സമ്മേളനവും 1972 ഒരുമിച്ച് സംഘടിപ്പിച്ചു. ജാമിയയുടെ സമ്മേളനവും സമത്വയുടെ വാർഷികവും ഒരുമിച്ച് സംഘടിപ്പിച്ചു. ആ സംഘടിപ്പിച്ചപ്പോൾ അതിന്റെ സ്വാഗത സംഘം ചെയർമാൻ പാണക്കാട് അബൂബക്കർ തങ്ങളായിരുന്നു. സമാപന സംഗമം ഉദ്ഘാടനം ചെയ്ത സയ്യിദ് ബാഫഖി തങ്ങളായിരുന്നു. ബാഫഖി തങ്ങളുടെ വിടവാങ്ങൽ പ്രസംഗം പോലുമായി അത്ര വലിയൊരു പ്രസംഗം പിന്നെ ബാഫഖി തങ്ങളുടെ സമൂഹത്തോട് ചെയ്തിട്ടില്ല. പരിശുദ്ധ ഹറമിൽ പോയി അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നു. അല്ലാഹു അദ്ദേഹത്തിന് കൊടുത്ത ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ആ മഹാന്റെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ, അവിടുത്തെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. നിങ്ങൾ നോക്കൂ, അങ്ങനെയാണ് നമ്മുടെ നേതാക്കളൊക്കെ 93 സമ്മേളനം ഓർമ്മയുണ്ടോ? ആ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് 94 സി ചൈത്രോസുശീലയിലൂടെ വാങ്ങിയത്. വലിയ സമ്മേളനത്തിൽ ജനത സാക്ഷിത്വം കൊണ്ട് നിർഭരമായ പ്രസംഗം ചെയ്തിട്ട് 70ാം വാർഷികം നടക്കുമ്പോൾ ശംസുൽ ഉലമ വന്ന് വിടവാങ്ങൽ പ്രസംഗം നടത്തി. 96 അദ്ദേഹം നമ്മോട് വിട്ടുപിരിഞ്ഞു പോയി. മാനമുസ്ലിയാർ 2009 ജമിയത്തുൽ മുഅല്ലിമീന്റെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിച്ചു. അദ്ദേഹം വിടവാങ്ങി. വലിയ സമ്മേളനങ്ങളിൽ തന്റെ ജനസമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പടച്ചറപ്പിലേക്ക് മടങ്ങിയവർ, സമത്വക്ക് വേണ്ടി ഹിദ്മത്ത് ചെയ്തവർക്ക് പടച്ചറപ്പ് കൊടുക്കുന്ന നേട്ടമാണത്. ചാപ്പനങ്ങാടി ബാബുസ്ലിയാരുടെ കൂട്ടുകാരനും ചാപ്പനങ്ങാടി ബാബുസ്ലിയാർക്കൊപ്പം ദർസിൽ ഓതി പഠിച്ച അച്ഛനായിട്ട് ദർസിൽ പഠിച്ച മഹാനായിരുന്നു ബഹുമാനപ്പെട്ട പാലക്കാട് അബൂബക്കർ തങ്ങൾ. ആ ബന്ധം എപ്പോഴും ഒരു കാലത്ത് സൂക്ഷിച്ചു. പാലക്കാട് ചാപ്പനങ്ങാടികൾ ബന്ധമായിരുന്നു. ചമുക്കൽ കുഞ്ഞാപ്പാലിന്റെ സ്മരണകൾ വായിച്ചു. കുഞ്ഞാപ്പാലിന്റെ അനുഭവം കുഞ്ഞാപ്പാലി ജീവിക്കുന്ന കാലത്ത് പഠിച്ചത് അദ്ദേഹത്തെ സ്മരണയുണ്ട്. പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മഹാനായ ചാപ്പനങ്ങാടി സന്ധിന്റെ വീട്, ആ വീട്ടിൽ അത്യാവശ്യ കാര്യത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ചമുക്കൽ കുഞ്ഞാപ്പാജിയും സംഘവും ചെന്നിരിക്കുന്നു. അവർ അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് എന്തോ ഒരു ഉൾമയുണ്ടായതുപോലെ മഹാനായ ചാപ്പനങ്ങാടി ബാബുസ്ലിയാർ പറഞ്ഞു, നിങ്ങളൊന്ന് പാലക്കാട്ടേക്ക് പോകണം. ഞാൻ ഈ പറയുന്നത് ഇപ്പടി ഇതുപോലെ ആ സ്മരണയിൽ നിങ്ങൾക്ക് വായിക്കാൻ നേരെ പോകാൻ പറഞ്ഞു. അദ്ദേഹം വേഗം പുറപ്പെട്ടു. പാലക്കാട്ടേക്ക് പോയി. അല്പസമയം കഴിഞ്ഞപ്പോഴേ ചാപ്പനങ്ങാടി ഉസ്താദ് എഴുന്നേറ്റു. അദ്ദേഹം വസ്ത്രമൊക്കെ ധരിച്ചു വന്ന് നമുക്കും പോകാം. കുഞ്ഞാപ്പാജിയുടെ കാലിൽ പുറപ്പെട്ട് വഴിയിൽ വെച്ച് ഒരു ചായ കുടിക്കാൻ വേണ്ടി കാല് സൈഡാക്കാൻ പറഞ്ഞു. ചായ കുടിക്കാൻ കാല് സൈഡാക്കാൻ പറഞ്ഞപ്പോൾ ചായ കൊണ്ടുവന്നു. കാണാൻ പ്രാർത്ഥന നടത്തിയ പാരമ്പര്യമുണ്ട്. അതൊരു പാരമ്പര്യമാണ്. അത് തെറ്റാണെന്ന് വ്യാഖ്യാനിക്കുന്ന പാരമ്പര്യത്തെ അംഗീകരിക്കാൻ മുസ്ലിം ഉമ്മത്തിന് കഴിയില്ല എന്ന് പറയാൻ ഈ സമൂഹത്തിന് മനസാക്ഷി ഉണ്ടെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ചേർത്ത് പിടിക്കലാണ് സമത്വയുടെ മാർഗം. ചേർത്ത് പിടിക്കലാണ് നമ്മുടെ